നമുക്കൊപ്പം ശ്രീ M.T. രമേശ് ചേരുകയാണ് ബിജെപിയിൽ നിന്ന്. ശ്രീ M.T. രമേശ്, പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അല്ല, ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാർഡുകൾ മത്സരിക്കുന്ന ഒരു ഘട്ടമാണ്. ബിജെപി നേരിട്ടും ഘടകകക്ഷികളും അതുപോലെ തന്നെ ഞങ്ങൾ പിന്തുണക്കുന്ന സ്വതന്ത്രന്മാരും അടക്കം ഏതാണ്ട് 98% വാർഡുകൾ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അവിടെയും ഇപ്രാവശ്യം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ ധാരാളം സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, പാലക്കാട് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പരമ്പരാഗതമായ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാത്ത മേഖലകളാണ്. അവിടെ ഈ പ്രാവശ്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യമാണ്. ഒരു 97-98% വാർഡുകളിൽ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഈ ഇത്രയും വാർഡുകൾ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും സാധിച്ചു എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും ബിജെപിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ചില വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥികളില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്വാധീനമുള്ള സ്ഥലങ്ങളിലല്ലല്ലോ ഞങ്ങൾക്ക് പിന്താങ്ങാൻ ആളുകൾ ഉള്ള സ്ഥലത്തല്ലേ സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെ ഞങ്ങൾക്ക് 2-3 പ്രവർത്തകന്മാരെങ്കിലും ഉള്ള മുഴുവൻ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ചില വാർഡുകളിൽ, ചില മുസ്ലിം ഭൂരിപക്ഷ വാർഡുകൾ, ചില കമ്മ്യൂണിസ്റ്റ് സ്വാധീന വാർഡുകൾ, അവിടെയൊന്നും ഞങ്ങൾക്ക് ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ പറ്റാതെ പോയിട്ടുള്ളൂ. ബാക്കി പാർട്ടി പ്രവർത്തനമുള്ള, പാർട്ടിക്ക് ഒരു 2 പ്രവർത്തകന്മാരെങ്കിലുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ M.T. രമേശ്, അതോടൊപ്പം തന്നെ ഈ വാർഡ് വിഭജനത്തിൽ ബിജെപി സ്വാധീന മേഖലകളൊക്കെ ഒന്ന് വെട്ടിമാറ്റി ഉള്ള ഒരു പുനഃക്രമീകരണം വന്നുവെന്നൊക്കെ എറണാകുളത്തൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും ബിജെപി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച എല്ലാ വാർഡുകളും ഇവർ വെട്ടിമാറ്റിയിട്ടുണ്ട്. 2020 പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ ബിജെപി വിജയിക്കുകയോ ബിജെപി 2ാം സ്ഥാനത്ത് വരികയോ ചെയ്തിട്ടുള്ള എല്ലാ വാർഡുകളും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സിറ്റിംഗ് വാർഡുകളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ട്. അത് അശാസ്ത്രീയമായിട്ടാണ്. ഞങ്ങൾ പല സ്ഥലത്തും പരാതി കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലത്ത് കോടതിയിൽ പോയിട്ടുണ്ട്, ചില സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കത് റിട്ടേൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം വാർഡുകളും ഒരു ശാസ്ത്രീയതയുമില്ലാതെ വെട്ടിമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ബിജെപി ജയിക്കാതിരിക്കുക എന്നുള്ളത് 2 മുന്നണികളും, അത് ഏതെങ്കിലും ഒരു മുന്നണിയില്ല, UDF ഭരണത്തിലുള്ള ഭരണസമിതികളും LDF ഭരണത്തിലുള്ള ഭരണസമിതി 2 കൂട്ടരും മത്സരിച്ചിട്ടാണ് ബിജെപി വാർഡുകൾ വെട്ടാൻ വേണ്ടി പരിശ്രമിച്ചത്. ബിജെപി ജയിക്കാൻ പാടില്ല എന്നുള്ള 2 അജണ്ടയായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അതിനെയും ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, വളരെ നന്ദി ശ്രീ M.T. രമേശ് വ്യക്തത വരുത്തിയതിന്. VS രഞ്ജിത്ത് തുടരുന്നുണ്ട് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, മത്സരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മത്സരിക്കാനായി പ്രവർത്തകരുടെ സ്വാധീനമുള്ള എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 2020 ഞാൻ അതുകൊണ്ടാണ് ആമുഖമായി ചോദിച്ചത്. 2020 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2025 സ്ഥാനാർത്ഥി പട്ടിക, വാർഡുകളിലെ പ്രാതിനിധ്യം അത് വെച്ച് നോക്കുമ്പോൾ എത്ര വ്യത്യാസമുണ്ട്? ഇപ്പോൾ 98% എന്നാണ് M.T. രമേശ് അവകാശപ്പെടുന്നത്. സുജിയ, 98% എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്താൻ എത്രത്തോളം സാധിക്കുമെന്ന് അറിയില്ല. കാരണം നമുക്ക് കഴിഞ്ഞ തവണത്തെ 17,000-ൽ പരമാണ് കഴിഞ്ഞ തവണ. അതായത് ആകെ കേരളത്തിലെ ഡിവിഷനുകൾ എന്ന് പറയുന്നത് 23,000-ഓളം ഡിവിഷനുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ 17,000 എന്ന് പറയുമ്പോൾ അതിൽ തന്നെ, അതായത് 17,000 എന്ന് പറയുമ്പോൾ ഏകദേശം 6,000-ഓളം വാർഡുകൾ കഴിഞ്ഞ തവണ മത്സരിക്കാത്തതായിട്ടുണ്ട്. ഇത്തവണ അത്ര എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പ്രാഥമികമായി പാർട്ടി ഇന്നലെ കണക്കെടുക്കുമ്പോൾ ഘടകകക്ഷികളുടെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ല നോക്കിയാൽ പാലക്കാടിലെ 11 പഞ്ചായത്തുകളിൽ 43 വാർഡുകളിൽ സ്ഥാനാർത്ഥിയില്ല. പാലക്കാടിൽ ഇപ്പോൾ കാഞ്ഞിരപ്പുഴ അതിൽ 8 സ്ഥാനാർത്ഥിയില്ല. അതുപോലെ കഴിഞ്ഞ തവണ മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിൽ മത്സരിക്കാൻ ആളില്ല എന്ന് പറയുന്നു. ആലത്തൂർ, അലനല്ലൂർ പഞ്ചായത്തുകളിൽ 5 ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയില്ല. വടകരപ്പതി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിൽ 4 വാർഡുകളിൽ മത്സരിക്കാൻ ആൾ ഇറങ്ങിയിട്ടില്ല. കാരാക്കുറിശി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ 3ഇടത്തും, കിഴക്കഞ്ചേരി 2ഇടത്തും, മങ്കരയിൽ 1ഇടത്തും സ്ഥാനാർത്ഥിയില്ല. അപ്പം ഇങ്ങനെയുള്ള കണക്കുകൾ ഓരോ ജില്ലകൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി അതിൻ്റെ ഏകദേശം കൃത്യമായൊരു കണക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. പക്ഷേ പാർട്ടി ലക്ഷ്യം വെച്ചത്
കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആക്കുക, പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതായിരുന്നു. ആ പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ മുഴുവൻ വാർഡുകളെയും നിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പാർട്ടി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ചേർന്ന ആ യോഗവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഘടകകക്ഷികളുടെ ലിസ്റ്റ് കൂടി കിട്ടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടി ചേർത്ത് എത്ര എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച 17,200 വാർഡുകൾ എന്ന് പറയുന്ന ആ കണക്കിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. 4 ജില്ലകളിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും നിർത്താൻ സാധിച്ചിട്ടില്ല എന്ന് എം ടി രമേശ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ, എന്തുകൊണ്ടാണ് എല്ലായിടങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയാതെ പോയത് എന്നതിലെ തുടർ പ്രതികരണങ്ങളൊക്കെ വരുന്ന മണിക്കൂറിൽ ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം.